തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് വലിയ ജനപ്രീതി നേടിയ ശ്രേയാസരൻ ഇന്ന് കരിയറും കുടുംബജീവിതവുമായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2018-ലാണ് ശ്രിയ വിവാഹിതയാകുന്നത്. റഷ്യക്കാരനായ ആൻഡ്രൂ കൊസച്ചാവ് ആണ് ഭർത്താവ്. ഇരുവർക്കും ഒരു മകളുണ്ട്. അമ്മയെ വിവരം കുറേനാൾ ശ്രിയ മാധ്യമങ്ങളെ അറിയാതെ സൂക്ഷിച്ചിരുന്നു. സിനിമകളിൽ അവസരം ലഭിക്കാതാകുകയും എന്ന ആശങ്കയായിരുന്നു ഇതിന് കാരണം. മകൾ ജനിച്ച് തൻ്റെ ഫിറ്റ്നസ് തിരിച്ചു നേടിയതിനു ശേഷമാണ് ശ്രേയ ഇക്കാര്യം പുറത്തറിയിക്കുന്നത്. സ്വകാര്യ ജീവിതം ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രേയ ശ്രദ്ധിക്കാറുമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രേയ ശരൻ്റെ വിവാഹ ജീവിതം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ശ്രേയയും ആൻഡ്രൂവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നാണ് ഗോസിപ്പുകൾ. സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭ്യൂഹങ്ങൾ ആൻഡ്രൂവിൻ്റെ സ്വകാര്യ ജീവിതം പരാമർശിക്കുന്നുണ്ട്. ആൻഡ്രി ശ്രേയയെ വിവാഹം ചെയ്യും മുമ്പ് മറ്റൊരു വിവാഹം ചെയ്തുവെന്നും വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞ ഈ വിവാഹ ബന്ധത്തിൽ ഒരു മകളുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മിസ്റ്റർ ആൻഡ്രയ്ക്കൊപ്പം 2 വർഷം വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ശ്രേയ വളരെ പ്രൈവറ്റായ വ്യക്തിയാണ്. ജീവിതത്തെക്കുറിച്ച് ഒന്നും തുറന്നും പറയില്ല. ആദ്യ വിവാഹ ബന്ധത്തിൽ റഷ്യൻ മകൾക്കും കൊച്ചുമകൾക്കും ഇന്ത്യൻ ഭാര്യയും കൂടിയ ശ്രേയയ്ക്ക് മകൾക്കും ഇടയിലാണ് ആൻഡ്രി ഇപ്പോൾ. റഷ്യൻ മകൾക്കും കൊച്ചുമകൾക്കും വേണ്ടി ആൻഡ്രി പണം ചെലവഴിക്കുന്നത് ശ്രേയയ്ക്ക് ഇഷ്ടമല്ല. കുറച്ച് മാസങ്ങളായി ഇരുവരും പരസ്പരം സംസാരിക്കാറില്ല. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണെന്ന് എന്നാണ് പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ്രിയയ്ക്ക് 3 വയസ്സോളമുള്ള ഒരു കൊച്ചുമകളുണ്ടെന്ന വാദം പലരുടെയും ഞെട്ടിക്കുകയും ചെയ്തു. കാരണം ആൻഡ്രിയ ശ്രേയയിൽ പിറന്ന കുഞ്ഞിന് ഏകദേശം ഇതേ പ്രായമാണ്. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന വാദം വരുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ആൻഡ്രുവിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇതേ വാദം വന്നിരുന്നു. അതിനാൽ ഇത് വെറും ഗോസിപ്പ് മാത്രമാണെന്നാണ് ചിലർ പറയുന്നത്. ശ്രേയയ്ക്കൊപ്പം മിക്ക സിനിമാ ഈവന്റുകളും ഭർത്താവിനെ കാണാറുണ്ട്. ഇരുവരുടെയും സ്നേഹപ്രകടനം ചർച്ചയാകാറുമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ ആൻഡ്രി ശ്രേയയെ ചുംബിക്കുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും വൈറലായി. ഒരിക്കൽ ഇതിനെക്കുറിച്ച് ശ്രേയാസരൻ സംസാരിച്ചിട്ടുമുണ്ട്. ചില സമയത്ത് അദ്ദേഹം സാധാരണ പോലെ എന്നെ ഉമ്മവയ്ക്കും. പക്ഷേ മുന്നിലുള്ള എല്ലാവരും കൈയടിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ നിന്നെ വിവാഹം കഴിച്ചതാണ്. എനിക്ക് നിന്നെ ചുംബിക്കാമെന്ന് ഭർത്താവ് പറയുന്നതും ശ്രേയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചില സമയത്ത് ഇതിൻ്റെ പേരിൽ പലരും ട്രോളാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് ക്യൂട്ടായി തോന്നാലാണ് ചെയ്യുന്നതെന്നും ശ്രേയാസരൻ പറഞ്ഞു.